നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ബ്രേക്കിംഗ് അലാറം മുഴങ്ങി. എന്തോ വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. എന്താണ് ആ വാർത്ത? അരുൺ, റോബർട്ട് വാദ്ര പ്രതിയായ ശിക്കോപൂർ ഭൂമി ഇടപാട് കേസിൽ വാദ്രയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം നിരന്തരം വാദ്രയെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 ഘട്ടങ്ങളിലായി 12 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ തൃപ്തികരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നിർദ്ദേശം വാദ്രയ്ക്ക് നൽകിയത്. ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് വലിയ ആകാംക്ഷയോടെ നോക്കുന്ന അറസ്റ്റിന്റെ സൂചനകൾ. പ്രത്യേകിച്ച് ഇതിനു മുൻപും ഇത്തരത്തിൽ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട സമാന കേസുകളിലൊക്കെ ഇത്തരത്തിൽ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അതിനു പിന്നാലെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കണ്ടിട്ടുള്ളത്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലാണെങ്കിലും മനീഷ് സിസോദിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും അത് ഇങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും റോബർട്ട് വാദ്ര ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായാണ് നിരന്തരം ചോദ്യം ചെയ്യൽ എന്ന് അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലും കൃത്യമായ നിലപാടുകൾ അല്ലെങ്കിൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ വാദ്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും വാദ്ര സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന സംശയം പല കോണുകളുമുണ്ട്. കാരണം ഇന്നലെയും ഇത്തരത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി കൂടി വാദ്രയ്ക്കൊപ്പം ഇഡി ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇന്നും ഇപ്പോൾ പ്രിയങ്ക എത്തുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ കുരുക്കുമുറുക്കുകയാണ് വാദ്രയ്ക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നിരന്തരം ഇത്തരത്തിൽ ചോദ്യം ചെയ്ത സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് എന്ന് ചില കോണുകളിൽ നിന്നെങ്കിലും പോലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണെങ്കിലും വരും മണിക്കൂറിൽ, പ്രത്യേകിച്ച് 11 മണിക്ക് ശേഷം റോബർട്ട് വാദ്ര വീണ്ടും ഇഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിൽ ഹാജരാവുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ ഇന്നും ഉച്ചവരെ ചോദ്യം ചെയ്ത ശേഷം പിന്നീട് ഉച്ചഭക്ഷണത്തിന് മടക്കി പിന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ് എല്ലാവരും. അരുൺ, ഈ നോബൽ ബാരിക്കാരൻ റോബർട്ട് വദ്ര മാത്രമല്ല, മറ്റു ചില കോൺഗ്രസ് നേതാക്കൾ ഭൂപീന്ദർ ഹൂഡയുടെ പേരുകൾ കൂടിയൊക്കെ ഈ ശിഖോപൂർ ഭൂമി ഇടപാട് കേസിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണെന്ന് നമ്മൾ കരുതേണ്ടി വരും, അറസ്റ്റ് ഉണ്ടായാലല്ലേ? തീർച്ചയായും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ, അതായത് 2008-ൽ റോബർട്ട് വാദ്ര ഈ ശിഖോപൂരിൽ ഈ ഭൂമി മേടിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് സർക്കാരായിരുന്നു ഹരിയാന ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയും അതോടൊപ്പം തന്നെ ഈ സർക്കാരും വഴിവിട്ട പല സഹായങ്ങൾ, പ്രത്യേകിച്ച് ഈ ഭൂനിയമങ്ങളടക്കം ഇളവുകൾ നൽകി വാദ്ര സഹായിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഗുരുഗ്രാം അടക്കമുള്ള ഈ ശിഖോപൂർ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മനോഹർ ലാൽ ഖട്ടാർ സർക്കാർ, അതായത് ഹരിയാനയിലെ BJP സർക്കാർ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ കോടതിയടക്കം ഈ ഹൂഡ സർക്കാരിന് ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അഴിമതികളൊന്നും നടന്നില്ല എന്നാണ് അന്നത്തെ BJP സർക്കാർ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം റിപ്പോർട്ട് നൽകുകയും ചെയ്ത് അതിന് വിഭിന്നമായ ഒരു തീരുമാനം ഇനിയിപ്പോൾ ED എടുക്കുമോ എന്നൊരു ചോദ്യമാണ്. കാരണം BJP സർക്കാർ തന്നെ ഒരു ക്ലീൻ ചീറ്റ് ഹൂഡയ്ക്ക് നൽകിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും ഭൂപീന്ദർ സിംഗ് ഹൂഡയിലേക്ക് എത്രത്തോളം കൊണ്ടുപോകും എന്നൊരു പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ഹൂഡ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന സൂചന ഇന്നലെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന് നോട്ടീസ് ഒന്നും എന്താണെങ്കിലും നൽകിയിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകൾ ഒരു പക്ഷേ ഈ വാദ്രയുടെയൊക്കെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പിന്നാലെ എന്താണെങ്കിലും കൂടെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇതിൽ ഉള്ളത്. പ്രധാനമായും ഈ 7.5 കോടിക്ക് വാങ്ങിയ സ്വത്ത് 58 കോടിക്ക് മറിച്ചു വിറ്റു. അതായത് 51 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ ഒരു ഇടപാടാണ്. കള്ളപ്പണ വെളുപ്പിക്കൽ അടക്കം ഇതിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഇരട്ടിക്ക് മേൽ ഇരട്ടി എന്ന് വേണം നമുക്കതിനെ പറയാം. അത്ര വലിയൊരു തുകയ്ക്കാണ് ഈ ഭൂമി 3.5 ഏക്കർ ഭൂമി വിൽക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അതിൽ വലിയ കൃത്രിമമായ ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ED കണക്കുകൂട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഭൂപീന്ദർ സിംഗ് കൂടെ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണെങ്കിൽ ഇത് കോൺഗ്രസിന് കൂടുതൽ തിരിച്ചടിയാവും. നിലവിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വാദ്രയ്ക്ക് ഒപ്പം ED ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യലിന് എത്തിയതൊഴിച്ചാൽ മറ്റ് കോൺഗ്രസ് ഇതിലൊരു വലിയ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ഈ റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട കേസ്. പക്ഷേ ഭൂപീന്ദർ സിംഗ് ഹൂഡയൊക്കെ വീണ്ടും ഈ നിലയിലേക്ക് വരികയാണെങ്കിൽ, ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് അതിൽ നിലപാട് രണ്ട് കേസായിട്ട് തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. റോബർട്ട് വദ്രയ്ക്കുള്ള കേസ് റോബർട്ട് വദ്ര നേരിട്ടോട്ടെ എന്ന നിലപാടാണ്. അതിൽ രാഷ്ട്രീയ പ്രതിരോധം ഇതുവരെയും തീർത്തിട്ടില്ല. എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും 1-2 പ്രതികളാക്കി ED കേസെടുത്തതോടുകൂടിയാണ്, കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടിയാണ് രാജ്യവ്യാപകമായി EDക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. അതുകൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ED കേന്ദ്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട കേസായിരിക്കും. അതിൽ 7.5 കോടി രൂപ ഈ കേസ് വാങ്ങിയ ഭൂമി,
58 കോടി രൂപയ്ക്ക് മറിച്ചുവിറ്റു 24 മണിക്കൂറിനുള്ളിൽ. അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. അതിൽ ചില തെളിവുകളുണ്ടെന്ന് ഇ ഡി പറയുന്നു. അങ്ങനെ വന്നാൽ അറസ്റ്റിലേക്ക് പോകാം. റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്താൽ പ്രിയങ്ക വദ്രയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്താൽ അത് വളരെ വലിയ ഒരു ആഘാതമായിരിക്കും കോൺഗ്രസിനുണ്ടാക്കുക. അതിന്റെ മറവിൽ തന്നെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇ ഡിയുടെ സ്ട്രാറ്റജി. റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ മറവിൽ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതായിരിക്കും ഇ ഡി പരിശോധിക്കുക.